ഒരിക്കല് ഒരു ഫിലോസഫി പ്രൊഫസർ വലിയൊരു ബക്കറ്റും കൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വന്നു. ബക്കറ്റ് വെച്ചിട്ട് അദ്ദേഹം ആ ബക്കറ്റിലേക്ക് വലിയ കല്ലുകൾ, വലിയ പാറക്കല്ലുകളെ നോക്കി അരിക്കിടാൻ തുടങ്ങി. ഈ കല്ലുകളെ ഏതാനും എണ്ണം നിറച്ചപ്പോൾ തന്നെ ബക്കറ്റ് നിറഞ്ഞു. അദ്ദേഹം കുട്ടികളെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ബക്കറ്റ് നിറഞ്ഞോ? കുട്ടികൾ പറഞ്ഞു, യെസ്, ബക്കറ്റ് നിറഞ്ഞു, ബക്കറ്റ് ഫുള്ളാ എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും അവിടെ ശേഖരിച്ചു വെച്ചിരുന്ന കുറച്ച് ചെറിയ ചെറിയ കല്ലുകൾ എടുത്തു, കുഞ്ഞു കല്ലുകൾ. ഈ കല്ലുകളൊക്കെ അതിലേക്ക് വീണ്ടും പറക്കിയിട്ടിട്ട് അദ്ദേഹം ഒന്ന് ഷെയ്ക്ക് ചെയ്തു. എന്ന് ഇളക്കിയപ്പോ ഈ വലിയ പാറക്കല്ലുകളുടെ ഗ്യാപ്പ് നമുക്കറിയാം. ഈ ഗ്യാപ്പിന്റെ ഇടയിലൂടെ അത് വീണ്ടും അതിനുള്ളിലേക്ക് നിറഞ്ഞിട്ട് വീണ്ടും നിറഞ്ഞു. അപ്പൊ ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്നു. വീണ്ടും അതിലേക്ക് ചെറിയ കല്ലുകൾ ആഴ്ന്നിറങ്ങി. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഇപ്പോ ബക്കറ്റ് നിറഞ്ഞോ? കുട്ടികൾ പറഞ്ഞു, ആ ശരിയാ, ഇപ്പോഴും ബക്കറ്റ് നിറഞ്ഞു, ബക്കറ്റ് ഫുള്ളാ. അദ്ദേഹം വീണ്ടും കയ്യിൽ ശേഖരിച്ചു വെച്ചിരുന്ന കുറച്ചധികം മണലെടുത്തിട്ട് വീണ്ടും അതിലേക്ക് ഇട്ടു. മണലിട്ടപ്പോൾ ഇതാ ചെറിയ കല്ലുകളുടെയും പാറക്കല്ലുകളുടെ ഇടയിലൂടെ പോയിട്ട് ഈ മണൽ മുഴുവൻ ഫില്ലായി. ബക്കറ്റ് പിന്നെയും നിറഞ്ഞു. പിന്നെയും മണലിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ബക്കറ്റ് ഇപ്പോഴും നിറഞ്ഞോ? കുട്ടി പറഞ്ഞു, ആ ഇപ്പോഴും ബക്കറ്റ് ഫുള്ളാണ്, ഇപ്പോഴും നിറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ വലിയ പാറക്കല്ലുകളുണ്ട്. ഈ ബക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത. ഈ ബക്കറ്റിന്റെ ഉള്ളിൽ പാറക്കല്ലുകൾ നമ്മൾ കൊണ്ടുവയ്ക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി അല്ലെ, നമ്മുടെ കുടുംബം, നമ്മളെ സ്നേഹിക്കുന്നവര് അല്ലെ, അവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഒപ്പം തന്നെ നമ്മുടെ ജോലി മേഖലകള്, നമ്മുടെ പഠനം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട, ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈശ്വരൻ, പ്രാർത്ഥന, ഈശ്വരൻ, ഇതൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഘടകങ്ങളാ. ഇനി ഇതൊക്കെ നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ചിലപ്പോ അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അതുണ്ടാകുന്നത് കൂടുതൽ നല്ലതാണ്. അതുണ്ടാകുന്നതാണ് നല്ലത്. പക്ഷെ അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റും. പക്ഷെ അതിന് ചില രണ്ടാം സ്ഥാനങ്ങളാ. ചിലപ്പോ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളാകാം. ഓക്കെ, നമ്മുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ, നമ്മളൊക്കെ ടൂറൊക്കെ അടിച്ച് യാത്ര ചെയ്യാറുണ്ട്, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് അല്ലെ. ഇവിടെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ കളികളായിരിക്കാം. ഇതൊക്കെ രണ്ടാം സ്ഥാനം. ഓക്കെ, അപ്പൊ അതാണ് ഈ പറയുന്ന രണ്ടാമത്തെ ചെറിയ ചെറിയ കല്ലുകള്. ഇനി മൂന്നാമത് എന്ന് പറയുന്നത് അതിനും പ്രാധാന്യം കുറഞ്ഞതാ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നേരം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഈ ഫോൺ എന്ന് പറയുന്ന സംഭവം ഓൺ ചെയ്തിട്ട് അതിലത്തെ വീഡിയോസ് കാണിച്ചുകൊണ്ടിരിക്കണം. ഈ രീതിയിലാ ചെറിയ ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ പോലും, ഉണ്ണികളെ പോലും ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കൊണ്ടിരിക്കുന്നത്. ഫോൺ മാറ്റി വയ്ക്കാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ കുറെ നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഈ പറയുന്ന ഫേസ്ബുക്കിലാവട്ടെ, വാട്സപ്പിലാവട്ടെ, എപ്പോഴും നമ്മളിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീൽസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ പോലെയാണ്. അപ്പൊ ഓക്കെ, അപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഇങ്ങനെയുള്ള വേറെ കുറച്ച് ഘടകങ്ങളുണ്ട്. അത് ഈ മണൽത്തരികളാണ്. അത് വെച്ചിട്ടും നമുക്ക് ജീവിതം ഫില്ല് ചെയ്യാം. അതും ആവാം. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ വേണം. ഈ പറയുന്ന കാര്യങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞു, ഇതും വേണം. പക്ഷെ ചിലപ്പോ പ്രൊഫസർ ചെയ്തത് ആദ്യം കരിങ്കല്ലും വലിയ കല്ലുകളും പാറക്കല്ലുകളും പിന്നെ ചെറിയ കല്ലുകളും പിന്നെ മണലാ. ചിലര് എന്താ ചെയ്യാന്നാവോ, ഒന്ന് റിവേഴ്സ് നിറയ്ക്കും. അദ്ദേഹം വീണ്ടും ഈ ബക്കറ്റ് എംറ്റി ആക്കി റിവേഴ്സ് നിറച്ചു. ഏറ്റവും ആദ്യം തന്നെ മണൽ അങ്ങോട്ട് നിറച്ചു വെച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പൊ ബക്കറ്റ് ഫുള്ളാണോ? കുട്ടികളെല്ലാവരും പറഞ്ഞു, ആ ശരി സാർ, ഇത് ബക്കറ്റ് ഫുള്ളാണല്ലോ. അദ്ദേഹം അതിന് മുകളിൽ പാറക്കല്ലോ ചെറിയ കല്ലുകളോ ഇടാൻ നോക്കി. നടക്കുമോ? നടന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ ഈ മണൽത്തരികൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഫോൺ ആയിരിക്കാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം. നമുക്ക് അപ്രധാനമായ കുറെ ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെ കൊണ്ട് ഏറ്റവും ആദ്യമേ നമ്മുടെ തല നിറയ്ക്കും, നമ്മുടെ ജീവിതം നിറയ്ക്കും. അത് ജീവിതം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒന്നിനും അതിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള സ്ഥലം കിട്ടില്ല. ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ തലയിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് വിചാരിക്കുക. പിന്നെ പ്രധാനപ്പെട്ട അവരുടെ ലൈഫിൽ പ്രധാനപ്പെട്ട പഠനം, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എവിടെയാ സ്ഥാനം ഉണ്ടാവുക? അപ്പൊ പലപ്പോഴും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാ. അപ്പൊ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കാതെ ഏറ്റവും അപ്രധാനമായതിനെ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ അവിടെ ജീവിതത്തില് ചില പരാജയങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും മൂല്യമുള്ളതിനെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിനെ ആദ്യം നിറയ്ക്കുക.
രണ്ടാം സ്ഥാനം ഏതിനാണ് മനസ്സിലാക്കുക, മൂന്നാം സ്ഥാനം ഏതിനാണ് മനസ്സിലാക്കുക. അപ്പോ പ്രാധാന്യമുള്ളതിനനുസരിച്ച് വേണം നമ്മുടെ ജീവിതത്തിലെ അതിന് സ്ഥാനങ്ങൾ നൽകേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെതായ തിക്തഫലങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.